നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ ഭൂമിയാണ്. ഹലോ. ഹലോ. എങ്ങനെയുണ്ട്? ഇന്ന് സിനിമയുടെ പ്രദർശനം കഴിഞ്ഞു. എങ്ങനെയുണ്ട് സിനിമ ടോട്ടലി അഭിപ്രായം? നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. ഹൗസ്ഫുള്ളായിരുന്നു. കഴിഞ്ഞ ഈ 3 ഷോസും ഹൗസ്ഫുള്ളായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഫീമെയിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് വളരെ റയർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കണം അല്ലേ? അത് കുറവാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സിനിമയിൽ വർക്ക് ചെയ്തത്? ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞാൻ കമേഴ്ഷ്യലി ഒരു മൂവി ചെയ്തിട്ടുണ്ട്, കുടുക്കെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബീജിയും പാട്ടുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആർട്ട് മൂവി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഒരു ഇൻഡി മൂവി എന്ന് പറയില്ലേ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കമേഴ്ഷ്യൽ മ്യൂസിക് ചെയ്യുന്നത് പോലെ പലപ്പോഴും മ്യൂസിക് കുത്തി നിറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സിനിമയോട് സഞ്ചരിക്കുന്ന അതിന് ഈക്വൽ ചെയ്ത് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നൊരു പാറ്റേൺ ആയിരിക്കും ഇതിൽ ഫോളോ ചെയ്യുക. സൈലൻസിന് വളരെ പ്രാധാന്യമാണ്. പൊതുവെ മ്യൂസിക് എസ്പെഷ്യലി BGM ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിനോളം പ്രാധാന്യം സൈലൻസിനുണ്ട്. അതെ, അത് ഈ പടത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൽ ചാലഞ്ച് വന്നത് ക്ലൈമാക്സ് പോർഷനിലാണ്. കാര്യം ഇത് ഒരു ഫാമിലിയിൽ നടക്കുന്ന, പുറത്തേക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു ഡാർക്ക് സൈഡ് കാണിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ടുവേർഡ്സ് എ ക്ലൈമാക്സ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ഏത് പേഴ്സ്പെക്റ്റീവിൽ മ്യൂസിക് ചെയ്യണം എന്നുള്ളത്, ആരുടെ പേഴ്സ്പെക്റ്റീവിൽ ചെയ്യണം എന്നുള്ളത്. അപ്പം ആ രീതിയിൽ ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ അവസാനം വരുന്ന ഭാഗത്ത് ഓഡിയൻസ് അടക്കം ഹെൽപ്ലെസ് ആവും. നമ്മൾ ആരെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ രീതിയിൽ തന്നെയാണ്, ഹെൽപ്ലെസ്നെസ് തന്നെയാണ് മ്യൂസിക്കിലും കൊടുത്തിട്ടുള്ളത്. എങ്ങനെയായിരുന്നു മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന്. ചെറുപ്പം മുതൽ ഇതന്നെയാണ് ഇഷ്ടം. മ്യൂസിക് കമ്പോസ് ചെയ്യാനും ഇതൊക്കെ തന്നെയാണ്. സിംഗറായിട്ടാണ് തുടങ്ങിയത്, കർണാട്ടിക് അതായിട്ടാണ് തുടങ്ങിയത്. പിന്നെ കുടുക്കിലാണ് ആദ്യമായിട്ട് ഫിലിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. കുറച്ച് വർഷമായിട്ട് പ്രോഗ്രാമിങ്ങും എൻ്റെ സ്വന്തം പാട്ടുകളൊക്കെ ആയിട്ട് ഇറക്കുന്നൊക്കെ ഉണ്ട്.